ചെറിയ കുട്ടി എടുത്തിക്കണം അമ്മ. ഇന്ന് എന്റെ ചങ്കന കാണാൻ വേണ്ടിട്ട് പോവാ. കൊറേ നാളായി ഞങ്ങള് മീറ്റ് ചെയ്തിട്ട്. അതൊക്കെ ഓളൊരു ബിസി, ഞാനൊരു ബിസി. വിചാരിച്ച ഞാൻ വൈകുന്നേരം മുന്നേ വരും കേട്ടോ. ഒരു 3 മണി 4 മണിന്റെ ഉള്ളിൽ വരും കേട്ടോ. ഗ്രീൻ ടീയോ ഞാൻ ചിന്തണ്ടി വരും. പാനിപൂരി ഞാൻ തിന്നു തീർത്ത്. പിന്നെ മറ്റേ ആ ചോളപ്പൊരിയോ അപ്പൊ ഞാൻ പോയി ഉമ്മാനെ മോർണിംഗ് റൂട്ടീനാണ്. ഞാനിപ്പോൾ തുളസിയുടെ ഒരു ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത്. പിന്നെ അതാ അത്തിപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് 6:30 ഇട്ടാ കേട്ടോ, ഞാൻ എക്സസൈസിന് എണീറ്റ ടൈമിൽ. അപ്പോൾ ഇത് നല്ലോണം കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മോർണിംഗ് എണീറ്റതിന് ശേഷം കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, കഴിക്കാൻ പോകുന്നത് കേട്ടോ. കുട്ടിയുടെ മമ്മന്റെ ചെറിയ കുട്ടി എടുത്തിക്കണം മമ്മ. ഇത് ചെറിയ കുട്ടിയല്ലത്. നിങ്ങളെ ചെറിയ കുട്ടിയാ മമ്മ. നമുക്ക് വില കൊടുത്താലോ, വിറ്റാലോ? എന്റെ കുട്ടിനെ നിൽക്കൂല. എന്റെ കുട്ടി ഒറ്റക്കുണ്ടോ. ഞാൻ നിന്റെ വീട്ടിൽ നിക്കാൻ പോട്ടെ? പറ്റൂലോ. എന്റെ കുട്ടീനെ വിചാരിച്ചു വീട്ടിക്ക് പോണ്ടേ? എന്റെ വീട്ടിൽ പോയി പോര്, രാത്രി പോരാലോ. എന്താ ഇന്നെ നിക്കാൻ പറഞ്ഞ? ഈ കുട്ടീനെ കൊണ്ടുപോയില്ലേ? കുട്ടീനെ നിങ്ങൾക്ക് കുട്ടീനെ കാണാതൊക്കെ കഴിയില്ലേ? കുട്ടീനെ കാണാൻ കഴിച്ചൂല. അല്ലെ ഇനി വേറെ ഉണ്ടായാലും കഴിച്ചൂല. 10 ഉണ്ടായാലും കഴിയൂല. നിങ്ങളെ കൽബാതല്ലേ? പോയി അതാ മല. ഇപ്പം താ നമ്മുടെ സോഫ്റ്റ് ഓട്ടട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ കൂട്ടാണ് കേട്ടോ, ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഓട്ടട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഓട്ടട ഉണ്ടാക്കുന്നത്. എപ്പോഴെങ്കിലും അപ്പം നമ്മൾ 2 കയ്യിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓട്ടടക്ക്. എന്തേ ചുമല്ലേ? തേങ്ങ അരച്ച് ഇന്നലെ കുറച്ച് ഇഷ്ടമാക്കി വെച്ചു. അതിന് തേങ്ങ അരച്ചു പണി ചുമല്ലേ ഇങ്ങനെ? പപ്പന്റെ അടുത്ത് പോയി നിന്ന് നോക്കിക്കട്ടോ. പപ്പനോട് ചോദിച്ചു നോക്കുന്നേ. ഇറങ്ങീന് അത് കൊറിയർ ചെയ്യണം കേട്ടോ. പിന്നെ ഞാനേ ഇന്ന് എന്റെ ചങ്കന കാണാൻ വേണ്ടിട്ട് പോവാ. കൊറേ നാളായി ഞങ്ങള് മീറ്റ് ചെയ്തിട്ട്. അതൊക്കെ ഉണ്ട്. എപ്പോഴും നിങ്ങൾ എന്നെ പറ്റുമോ? ഇടയ്ക്ക് ലൈഫിലാരാ ചെയ്തിട്ട് ഞങ്ങള്. അപ്പൊ ഇന്ന് ഞങ്ങള് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാ കേട്ടോ. പോയി വരും കേട്ടോ. അപ്പൊ അത് കൊറിയർ ചെയ്യാം. കണക്ക് കൂട്ടി വെക്ക. കുഞ്ഞാറ്റേ പപ്പതാ പോണേ. ചമക്കുട്ടഞ്ഞ ഒക്കെ സ്പീഡ് പോസ്റ്റ് ആട്ടക്ക. എന്താ കൊണ്ടുവരണ്ടേ പപ്പനോട് പറഞ്ഞാല്? മോനെ ഇക്ക ഒരു ഡയറി മിൽക്ക് കൊണ്ടുവന്നാളിട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒറ്റയ്ക്ക് ചാടിക്കുകയാണ്. അവരെല്ലാവരും കുടിച്ചു. ഓട്ടട നല്ല ടേസ്റ്റ് കേട്ടോ. കാരണം മലപ്പുറംകാര ഏരിയയിലൊക്കെ നല്ലോ രാവിലെ ഉണ്ടാക്കുന്നൊരു സംഭവം.
അപ്പോൾ ഇതാ ഞാനിവിടെ രാവിലെ എൻ്റെ ജോലികളെല്ലാം തീർത്തിട്ട് ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരുപാട് ദിവസമായിട്ട്, ഒരു 2-3 മാസമായിട്ടുണ്ട് അവളെ കണ്ടിട്ടും അതുപോലെ തന്നെ അവളെ കൂടെ ഒന്ന് സംസാരിച്ചിരുന്നിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഞാനിതാ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം ആ ഒരാളെ. അപ്പം ഞാനിതാ ഇപ്പം അടിച്ചു തരികയാണ് വീട്ടിലത്തെ പണികൾ. എൻ്റെ ഡ്യൂട്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ ഇത് മുടിയച്ചിലിറച്ചിട്ടില്ല. അതെന്താ വരട്ടുക? ഇന്നിപ്പം നമ്മൾ ഇറച്ചി വാങ്ങിയില്ല, ഇതിലുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് കട്ട് ചെയ്ത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കട്ട് ചെയ്ത് കൊണ്ടുവരല. അത് പണിയാണ് കിട്ടിയത്. നല്ല പീസറിലും വെച്ചിരുന്നല്ലേ നമ്മള് ഫ്രഷ് ആയിട്ട് ഇരിക്കലല്ലേ. ഞാനും എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവാം. നിങ്ങൾ പോരുന്നോ? ഇല്ല, എൻ്റെ കുട്ടി ഞാനേ മസ്ദൂലിനെ കാണാൻ വേണ്ടിയിട്ട് പോവാം. കുറേ ആയോളെ കണ്ടിട്ട് അല്ലേ. അപ്പൊ ഇപ്പൊ വരില്ലല്ലോ. ഒക്കെ എന്താ ബിസി? ഓളൊരു ബിസി, ഞാനൊരു ബിസി. പിന്നെ അന്ന് എനിക്ക് തലവേദന ആയിട്ടുമ്മ. അപ്പോൾ കുറേ 3-4 മാസമായി കണ്ടിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാണണം. പിന്നെ എനിക്ക് ഹസൂന് ചുമയായോണ്ടേ പറ്റൂല. അപ്പോൾ പിന്നെ പോട്ടോ. സുഖമുണ്ടെങ്കിൽ നാളെ നമുക്ക് മലപ്പുറത്ത് പോവാം. കോട്ടക്കുന്നിൽ പോയി അവിടെ എന്തോ അവിടെ ഇത് വന്നാണ് എനിക്ക്. നമ്മളവിടെ വരാൻ പറഞ്ഞു. നിങ്ങളൊക്കെ കോഴിക്കോട് എനിക്ക് സാധനം എന്താ യൂത്ത് ഫേസിന്റെ ക്രീം ഒരു ഗൾഫ് പോണ പാർട്ടിക്ക് 6 എത്തിക്കാനുണ്ട്. ഒരു ഇന്ന് നൈറ്റിൽ പോവും. അപ്പോൾ അവർക്ക് ഇന്ന് കിട്ടിയാലല്ലേ ഇന്ന് വൈകുന്നേരത്തിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൊറിയർ അയച്ചാൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കൊണ്ടു കൊടുക്കണം. പിന്നെ ഞങ്ങൾ കുറേ കാലത്തെ ശേഷം കാണാൻ പോവില്ലേ. അപ്പം ഞങ്ങളൊന്ന് കുറച്ചേരം സംസാരിച്ച് ഞാൻ വൈകുന്നേരം മുന്നേ വരും കേട്ടോ. ഒരു 3-4 മണിൻ്റെ ഉള്ളിൽ വരും കേട്ടോ. കറി വരട്ടുമ്പോൾ രസം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോരായിരുന്നു. സാരല്ല, ഞാൻ നമുക്ക് നാളെ കാച്ചി വെച്ച് വെള്ളം കുടിച്ച് പോയിക്കോ. നാളെ പിന്നെയും പറയാം. ഗ്രീൻ ടീയോ ഞാൻ ചിന്തണ്ടി വരും. പാനിപൂരി ഞാൻ തിന്ന് തീർത്ത്. പിന്നെ മറ്റേ ആ ചോളപ്പൊരിയോ. അപ്പം ഞാൻ പോയി തരാം. ഉമ്മാനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഹസൂന് ഇന്നലെ എന്താ അറിയില്ലല്ലേ ചുമ വന്ന് പെട്ടെന്ന് വന്നതാണ്. ആൾക്ക് സുഖമായിന്. ചെറുതായിട്ട് രാവിലെ ഛർദ്ദിച്ചും ചെയ്തു. അപ്പം പിന്നെ ഇന്ന് ഉമ്മാക്ക് എന്തായാലും പോരാൻ പറ്റില്ല. വരുമ്പോ എന്താ കൊണ്ടിട്ട് ഒന്നും വേണ്ട, കൊണ്ടുവന്ന് ഇവിടെ ലഡു എന്തേ കൊണ്ടുവന്നു. അപ്പം അതാ കുറേ കാലത്തിന് ശേഷം ഞാൻ അവളെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അവളെ വെയിറ്റ് ചെയ്യാണ്. അവളെ വീട്ടിൽ നിന്ന് കയറി വരുന്നുണ്ട്. ഒരു 3-4 മാസമായിട്ടുണ്ടാവും ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് കണ്ടിട്ട്. കുറേ ആയിട്ടോ. അപ്പോൾ എന്തായാലും എന്താവുമെന്ന് അറിയില്ല. കാരണം കുറേ പേര് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞു എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അവളോട് തന്നെ ചോദിക്കാം. ആള് വരുന്നുണ്ട്. ആളിതാ വരുന്നുണ്ട് കേട്ടോ. എവിടെ ആയിരുന്നു ഇത്രയും നാളോ? എൻ്റെ അടുത്ത് വരുമ്പോ എപ്പോഴും ഒരുങ്ങിക്കണം. ഒരു കാലായില്ലേ കണ്ടിട്ട്? കുറേ കാലായി. ഇടക്കിടക്ക് പോണല്ലേ. കൊറേ ആൾക്കാർ സന്തോഷിക്കുക. എന്താ നമ്മൾ തെറ്റിയനോ? ഞങ്ങൾ തെറ്റിയെന്നേ നന്നായി. അതിനെ കുറിച്ച് നമുക്ക് പറയാലേ എന്താ തെറ്റാൻ കാരണം. നമ്മള് ഭയങ്കര സാധന കാണുന്നവർക്ക് തോന്നി കൂടി പറഞ്ഞു കൊടുത്താളാം. അപ്പതാ നമ്മള് മാവൂര് പാലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? എന്തിനാ ഇവിടെ ഇറങ്ങിയത്? ഹസൂന് ഓർമ്മടി. ഇപ്പൊ കൊറേ കാലമായല്ലോ എന്റെ കൂടെ കൂടിയിട്ട്. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ഫോട്ടോസ് എടുക്കാൻ അത്രയും വെയിലുള്ള ഈ ടൈമിൽ ഇറങ്ങണ. അപ്പൊ തന്നെ നമ്മള് എളമരം പാലത്തിന്റെ അവിടെയാണ്. കൊറേ കാലമായില്ല മസ്നു കണ്ടിട്ട്. എവിടെ ആയിരുന്നു മോളെ നീ? എല്ലാരും എത്തി തെറ്റി. നമ്മള് ആ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും. ഞങ്ങൾ ഒരിക്കലും പിരിയില്ല. ഞങ്ങൾക്ക് ചില അവൾക്ക് അവളെ ഫാമിലിയിൽ കുറച്ച് ബിസി കാരണം, ഞാൻ എൻ്റെ ഫാമിലിയിൽ കുറച്ച് ബിസി കാരണമായിരുന്നു. പക്ഷെ നമ്മൾ ഏകദേശം മീറ്റ് ചെയ്തിട്ട് എത്ര മാസമായിട്ട് അവിടെ? 2 മാസം കഴിഞ്ഞില്ലേ? ഉണ്ടാവൂല, 2-3 ഉണ്ടാവും. കുറേ ആയിട്ടോ. അതിന് ശേഷം ഇതാ നമ്മൾ ഇപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാലിക്കറ്റിൽ ഒന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് സംസാരിച്ചിരുന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എളമരം പാലത്തിലൊരു വേറെ വൈബാണല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഉച്ചയ്ക്ക് ഫോട്ടോസ് എടുക്കാൻ 2 ആൾക്കാർ. അപ്പോൾ എന്തായാലും കുറേ കാലത്തിന് ശേഷിട്ട് എന്താ എൻ്റെ മാറ്റം എന്താ? എനിക്കെന്താ മാറ്റം? ഈ കുറച്ചൊരു ഗ്ലാമർ കൂടി അല്ല എന്താ?
പ്രായം കൂടുന്നവരും ഗ്ലാമർ കൂടുന്ന ഒരാളെ കണ്ടിണോ? ഓ പ്രായം എനിക്ക് മാത്രം പ്രായം ഞാൻ ഇതൊക്കെ ഒരേ ഏജ് തന്നെയല്ലേ. സമ്മതിച്ചല്ലേ? അതല്ലേ നല്ലത്. കഴിച്ചോ? അപ്പം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നാലേ കോഫി എടുക്കാം. മറ്റൊരു പറഞ്ഞ പോലെ ടേസ്റ്റ് ഉണ്ടോ? ഒരു മിനിറ്റും ഓറഞ്ചൊക്കെ കൂട്ടിയിട്ട് ബീച്ചിൽ വെച്ചിട്ടൊരു മോനെ കണ്ടിട്ടുണ്ട്. ഒരു ബേബിനെ കണ്ടു. വിളിക്കുന്നുണ്ട്. ഇത്ത അങ്ങോട്ട് സെൽഫി എടുക്കുക നമ്മളോ? ഓക്കെ. മോൻ്റെ ഒരു ആഗ്രഹം പോലെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എങ്ങനെയാ? ഓ അവൻ്റെ കൂടെ നമ്മളൊന്ന് സെൽഫി എടുക്കണല്ലോ. ഓക്കെ എടുക്കാലോ. ഇവിടെ നിൽക്കാൻ അവൻ്റെ അടുത്ത് നിൽക്കാൻ ഇയാളൊരാഗ്രഹമല്ലടാ. അപ്പോൾ ഇവന് വലിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കുമെന്ന് ചോദിച്ചു. കുട്ടനാണ്. എന്താ മോൻ്റെ പേരെന്താ? മുകേഷ് എന്ന മോനാണ്. പ്ലേസ് നസ്മിന. അപ്പം മോന് മലയാളം, ഇംഗ്ലീഷ്, മലയാളം. അപ്പം നമ്മളിവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് ബൈ ചാൻസിലാണ് ഈ മോനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവന് ഭക്ഷണത്തിന് തരുമെന്ന് ചോദിച്ചു. അപ്പം നമ്മളവന് ഭക്ഷണം കഴിക്കൂലേ? പൈസ തന്നില്ലേ? സന്തോഷമായില്ലേ? പൈസ തന്നപ്പോൾ സന്തോഷമായോ? ഭക്ഷണം കഴിക്കണം കേട്ടോ. തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ബലൂൺ വേണ്ടാന്ന് പറഞ്ഞാൽ അവന് ഫുഡ് കഴിക്കാനുള്ള ക്യാഷ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സന്തോഷമായി. എനിക്ക് എൻ്റെ മോനെ ഓർമ്മ വന്നത്, ഹസൂന് ഓർമ്മ വരും അവന് കാണുമ്പോൾ. അപ്പം നമ്മളെ മക്കളൊക്കെ എന്ത് സുഖത്തിലാണ് ജീവിതം നോക്കിയാണ്. ഞാനവിടെ നിൽക്കുക, ആൾക്ക് നമ്മളിങ്ങനെ അടുത്തിങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന ആളെ ആഗ്രഹം പറയുന്നത് കേട്ടോ. എന്താ ജ്യൂസാണ് വേണ്ടത്? എന്തൊക്കെയോ ജ്യൂസ്. എന്താ ന്യൂറ ഷേക്കോ? ആ നൂറി അബൂദി നമ്മൾ പറഞ്ഞത്. ആദ്യമായിട്ട് കുടിച്ചു നോക്കാം, എന്താണെന്നൊന്നും അറിയില്ല സ്ഥിതി കേട്ടോ. ഇത് അബൂദ എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ്. എന്താണെന്നറിയില്ല, ട്രൈ ചെയ്ത് നോക്കട്ടെ. 3 തരം ഫ്രൂട്ട് ഇട്ടിട്ടുള്ള. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇതൊരു ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ്. അബൂദ എന്നാണ് ഇതിന് പേര്. 3 തരം ഫ്രൂട്ട് ഇട്ടുള്ള മാംഗോ ഡേറ്റ്സ്. മുത്തമണിയല്ലേ മമ്മി മകൻ ഇപ്പൊ എന്താ പരിപാടി? ഉറങ്ങാണ്. കാവലിക്കമ്മ കാവലിക്കാണ്. എന്റെ കുട്ടി ഇങ്ങനെ ചാടൂലേ? മുത്തമണിയല്ലേ? മണിയാണ് ഉമ്മമാന്റെ കുഞ്ഞാ. ഓ കുട്ടിയാ ഉമ്മമാന്റെ പൊന്നോ. എട്ടപ്പാത്തുള്ള ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ ബേബിയെ മമ്മ കിടക്കുക. ഒഴിവാക്കിയതാ. ടി വി എൻ്റെ അടുത്ത് കുത്തി മറിഞ്ഞത് തിന്നലൊക്കെ ഇവിടുന്നാണേ. നായ റൂമാണല്ലോ. മമ്മാന്റെയും മക്കൾസിന്റെയും ഡൈനിങ് ഹാളാണിത്. എല്ലാം ആണ് അല്ലേ?